എല്ലാവർക്കും നമസ്കാരം. പാലക്കാട് ഇനി നമ്മൾ പോകുന്നത് ലക്കിടി കിള്ളിക്കുരിശി മംഗലത്തുള്ളതും കുഞ്ചൻ നമ്പ്യാർ ജനിച്ചു വളർന്നതുമായ കലക്കത്ത് ഭവനം കാണുന്നതിനാണ്. 1700 ജനിച്ച കുഞ്ചൻ നമ്പ്യാർ 18 വയസ്സുവരെ വളർന്നത് ഈ വീട്ടിലാണെന്നാണ് പറയുന്നത്. കലക്കത്ത് ഭവനത്തിന് സമീപത്തായി കുഞ്ചൻ നമ്പ്യാർ സ്മാരക നാട്യഗ്രഹം പ്രവർത്തിക്കുന്നുണ്ട്. വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ 2009 മുതൽ പ്രവർത്തനം ആരംഭിച്ചതാണ് ഇത്. കുഞ്ചൻ നമ്പ്യാരുടെ കലക്കത്ത് ഭവനം ഉൾപ്പെടുന്ന സ്മാരകം ഇപ്പോൾ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. നാട്യഗ്രഹത്തിൽ ഏതോ പരിപാടി നടക്കുന്നതുകൊണ്ട് നമുക്ക് കലക്കത്ത് ഭവനത്തിലേക്ക് ഉള്ള പ്രവേശനം ലഭിച്ചു. കലക്കത്ത് ഭവനത്തോട് ചേർന്ന് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം പ്രവർത്തിക്കുന്നുണ്ട്. കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് 1976 മുതൽ ഈ സ്മാരകം പ്രവർത്തിക്കുന്നത്. കലക്കത്ത് ഭവനം 2 നിലകളുള്ളതും അക്കാലത്തെ മാതൃകയിൽ നിർമ്മിച്ച നടുമുറ്റത്തോടു കൂടിയുമായ ഏകദേശം വലിയ ഒരു വീട് തന്നെയാണ്. ആദ്യകാലത്ത് ഓല മേഞ്ഞിരുന്ന കെട്ടിടം പിന്നീട് പുതുക്കി ഓടുകൊണ്ട് മേഞ്ഞിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് ഒരു പടിപ്പുരയും മറ്റൊരു മാളികപ്പുരയും കാണാം. അടച്ചിട്ടിരിക്കുന്നതിനാൽ വീടിനുള്ളിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കുവാൻ പറ്റിയില്ല. ഇതിനുള്ളിൽ മിഴാവും മറ്റ് തുള്ളലുമായി ബന്ധപ്പെട്ട ചമയങ്ങളും മറ്റും പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. സ്മാരകത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച ഒരു കെട്ടിടത്തിൽ ലൈബ്രറിയും മ്യൂസിയവും മറ്റും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം അടച്ചിട്ട നിലയിലാണ്. തൊട്ടടുത്ത് തന്നെയുള്ള സ്മൃതി മണ്ഡപത്തിൽ മഹാകവി കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ 1700-1770 എന്ന ജീവിതകാലവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ജനിച്ച അദ്ദേഹം ബാല്യകാല വിദ്യാഭ്യാസത്തിന് ശേഷം 18-ാം വയസ്സിൽ ചെമ്പകശ്ശേരി രാജാവിൻ്റെ ആശ്രിതനായി ഏറെക്കാലം അമ്പലപ്പുഴയിലാണ് ജീവിച്ചത്. ഇക്കാലത്താണ് തുള്ളൽ കൃതികളിൽ മിക്കവയും എഴുതിയിട്ടുള്ളത്. 1770 അദ്ദേഹം മരണപ്പെട്ടു എന്ന് കരുതപ്പെടുന്നു. ഇവിടെ കൂടാതെ കുഞ്ചൻ നമ്പ്യാർ തൻ്റെ ജീവിതത്തിൽ ഭൂരിഭാഗവും ചിലവഴിച്ച അമ്പലപ്പുഴയിലും മറ്റൊരു സ്മാരകം കൂടിയുണ്ട്. കലക്കത്ത് ഭവനം കണ്ട ശേഷം ഞങ്ങൾ പാലക്കാട് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയുള്ള ടിപ്പുവിൻ്റെ കോട്ട എന്നറിയപ്പെടുന്ന പാലക്കാട് കോട്ട കാണുവാൻ വന്നിരിക്കുകയാണ്. വൈകുന്നേരം 5 മണി വരെ മാത്രമേ കോട്ടയ്ക്കകത്തേക്ക് പ്രവേശനമുള്ള ടിക്കറ്റ് നൽകുകയുള്ളൂ. കുറച്ച് വൈകിയെത്തിയതിനാൽ ഞങ്ങൾ കോട്ടയ്ക്ക് ചുറ്റും നടന്ന് കാണുവാൻ തന്നെ തീരുമാനിച്ചു. കോട്ടയുടെ വലിയ മതിൽക്കെട്ടിന് പുറത്തായി 30 അടി വീതിയിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന കിടങ്ങിന് പുറത്തായി ഏകദേശം 10 അടി വീതിയിൽ ടൈൽ പാകി മനോഹരമായ നടവഴിയുണ്ട്. ഇത് ഈവനിംഗ് വാക്കിനും മറ്റും വരുന്ന നഗരവാസികൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ്. ഏതായാലും ഈ വഴിയിലൂടെ കോട്ട ചുറ്റിക്കാണുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. മൈസൂർ രാജാവും ടിപ്പു സുൽത്താൻ്റെ അച്ഛനുമായിരുന്ന ഹൈദരലി സുൽത്താൻ 1766 പണി കഴിപ്പിച്ചതാണ് ഈ കോട്ട. പാലക്കാട്ടെ ഭരണാധികാരിയായിരുന്ന പാലക്കാട് അച്ഛൻ സാമൂതിരിയുടെ ആശ്രിതനായിരുന്നെങ്കിലും പിന്നീട് സ്വതന്ത്ര ഭരണം ആരംഭിച്ചു. 1757 സാമൂതിരിയുടെ ആക്രമണം ഭയന്ന ഇദ്ദേഹം മൈസൂർ രാജാവായിരുന്ന ഹൈദരലിയുടെ സഹായം തേടി. ഈ അവസരം ഉപയോഗിച്ച് ഹൈദരലി പാലക്കാടിൻ്റെ ഭരണം പിടിച്ചെടുത്തു. ഈ പ്രദേശത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ഹൈദരലി പിന്നീട് 1766 പാലക്കാട് കോട്ട നിർമ്മിക്കുകയും ചെയ്തു. 1768 ബ്രിട്ടീഷുകാർ കോട്ട ആക്രമിച്ചുവെങ്കിലും ഹൈദരലി കോട്ട തിരിച്ചു പിടിക്കുകയും ചെയ്തു. തുടർന്ന് ടിപ്പു സുൽത്താൻ മൈസൂർ രാജാവായ ശേഷം പാലക്കാട് കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. അങ്ങനെയാണ് ഈ കോട്ടയ്ക്ക് ടിപ്പുവിൻ്റെ കോട്ട എന്ന പേര് ഉണ്ടായത്. 1783 ബ്രിട്ടീഷുകാർ കോട്ട വളഞ്ഞ് പിടിച്ചടക്കുകയും പിന്നീട് സാമൂതിരിസയുടെ സൈന്യം ഈ കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. വീണ്ടും 1790 ബ്രിട്ടീഷുകാർ കോട്ട പിടിച്ചടക്കി പുനരുദ്ധാരണം നടത്തി വികസിപ്പിച്ചു. ശ്രീരംഗപട്ടണം ആക്രമിക്കുവാൻ ഈ കോട്ടയാണ് ബ്രിട്ടീഷുകാർ താവളമായി ഉപയോഗിച്ചത്. 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ കോട്ട ബ്രിട്ടീഷ് സംരക്ഷണത്തിലുമായിരുന്നു. കോട്ടയിലേക്കുള്ള പ്രവേശനം കിഴക്ക് ഭാഗത്തുള്ള ഏക പാലം വഴിയാണ്. ഈ പാലം മുൻകാലത്ത് വലിച്ചു മാറ്റാവുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത്. ശത്രുക്കൾ കോട്ടയിൽ പ്രവേശിക്കാതിരിക്കുവാൻ ഈ പാലം വലിച്ചു മാറ്റി വയ്ക്കുന്നതായിരുന്നു രീതി. ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്ത ഈ പാലത്തിന് താഴെയായി കിടങ്ങിലെ വെള്ളത്തിൽ അനേകം ആമകളെയും മത്സ്യങ്ങളെയും കാണാം. സന്ദർശകർ നൽകുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ പ്രതീക്ഷിച്ച് ഇവയെല്ലാം കൂട്ടം കൂട്ടമായി വന്നിരിക്കുകയാണ്. കോട്ട മതിലിന് ഏകദേശം 20 അടിയോളം പൊക്കമുണ്ട്. ഇത് കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനു മുകളിലായി യോദ്ധാക്കൾക്ക് നടക്കുന്നതിനും മറ്റുമുള്ള സൗകര്യങ്ങളുമുണ്ട്.
ഇടയ്ക്കിടെ പീരങ്കികൾ ഘടിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഇവിടെ കാണാം. കോട്ടയ്ക്കുള്ളിൽ നേരത്തെ ഒരു സ്പെഷ്യൽ സബ് ജയിലിൽ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ അത് മലമ്പുഴയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കോട്ടയിലേക്കുള്ള പ്രവേശനം 6 മണി വരെ മാത്രമേ ഉള്ളൂവെങ്കിലും കോട്ടയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് ടിക്കറ്റ് ഇല്ലാതെ തന്നെ രാത്രി 8 മണി വരെ പ്രവേശനം അനുവദിക്കുന്നുണ്ട്. കോട്ടയുടെ ചെറിയൊരു ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഈ ക്ഷേത്രത്തിൽ കിഴക്കോട്ട് ദർശനമായി ചെറിയൊരു ഹനുമാൻ പ്രതിഷ്ഠയും ഉപദേവതയായി ഗണപതിയും ഉണ്ട്. ടിപ്പുവിൻ്റെ യോദ്ധാക്കൾക്ക് ആഞ്ജനേയൻ്റെ വീര്യത്തിൽ അചഞ്ചലമായ വിശ്വാസമാണ് ഉണ്ടായിരുന്നത്. ഇവർ ആരാധനയ്ക്കായി കോട്ടയുടെ ഈ ഭാഗത്ത് കൊത്തിയുണ്ടാക്കിയ ആഞ്ജനേയ രൂപത്തിനോട് ചേർന്നാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഷീറ്റ് വെച്ച് നിർമ്മിച്ച മേൽക്കൂരയോട് കൂടിയ ഒരു ചെറിയ ക്ഷേത്രമാണ് ഇത്. എന്നാൽ സന്ദർശകരും നാട്ടുകാരും ഉൾപ്പെടെ അനേകം പേർ ഇവിടെ ആരാധനയ്ക്കായി എത്തിച്ചേരുന്നുണ്ട്. ക്ഷേത്രം കണ്ട് പുറത്തിറങ്ങുമ്പോൾ സന്ധ്യയായിട്ടേ ഉള്ളൂ. കോട്ട മതിലിന് മുകളിലൂടെ ഒരു മയിൽ നടന്നു പോകുന്നത് കാണാവുന്നതാണ്. ഇതാണ് കോട്ടയിലേക്കുള്ള പ്രവേശന കവാടം. പുരാവസ്തു വകുപ്പിന് കീഴിൽ വളരെ നന്നായി പരിപാലിക്കപ്പെടുന്ന ഈ പാലക്കാട് കോട്ട അനേകം സന്ദർശകരുടെ ഇഷ്ടകേന്ദ്രമാണ്. സമയം വൈകിയതിനാൽ കോട്ടയുടെ പുറത്തെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ തിരികെ പോവുകയാണ്. എല്ലാവർക്കും ഗുഡ് ബൈ.